I am the sorry guys. ഇവര് രാവിലെ തൊട്ട് കണ്ടിന്യൂസ് പ്രൊമോഷണൽ ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് they are really tired. രണ്ട് സ്റ്റെപ്പ് ഡാൻസ് അടിക്കാൻ പറഞ്ഞേക്ക്. കളിച്ചേ. മതി. മോളിയും താഴെ ചാടണോ പറയൂ. ഒരു വിനയ് ഫോർട്ട് ഫാൻ പ്രൊഡ്യൂസറായി വരുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നും ആലോചിച്ചല്ലേ, എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ വട്ടുപോയതാണ്. ഞാൻ ആയതുകൊണ്ട് ആളുകൾ ഒഴിവാക്കിയതാണ്, അല്ലെങ്കിൽ എന്നെ എടുത്തിട്ട് കൊടുത്തുള്ള ഞാനാള്. പെറ്റ്സിനെ അങ്ങനെ വളർത്താത്ത, പെറ്റ്സുമായിട്ട് അത്രയും കംഫർട്ടബിൾ അല്ലാത്ത ഒരാൾ. ചെറുപ്പത്തിൽ പ്രാവിനെ വളർത്തണം എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ വാപ്പിച്ച് പറഞ്ഞു പ്രാവിനെ നീ വളർത്തിക്കോ, പക്ഷെ പ്രാവ് സങ്കടപ്പെടരുത്. പക്ഷെ എന്റെ വീട്ടിൽ മുയലൊക്കെ ഉണ്ടായിരുന്നു. അനിയന് മുയലും പരിപാടി എല്ലാം, മീൻ വളർത്തൽ, എന്റെ തൊട്ട് താഴെയുള്ള അനിയൻ ഇതെല്ലാം ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനും കൂടെ ഉണ്ട്. ഇപ്പൊ മാമല ലീഗലുകൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതില്ല, ഞാൻ ഈ പറഞ്ഞ 15 വർഷം മുമ്പ് ഹിന്ദി പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞേ ഞാൻ ചെയ്ത ഓഡിഷൻ അവർക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഡയറക്ടർ പറഞ്ഞു നീ ക്യാരക്ടറിനെ മലയാളി ആക്കിക്കോളാൻ, എന്നാലും ഇയാള് ചെയ്തോളാൻ. ആസ് എൻ ആക്ടർ ആള് ഭയങ്കരമായിട്ട് മാറിയല്ലോ, കാണുന്നതിൽ പോലും നല്ല വ്യത്യാസമുണ്ട്. ഹൗ വാസ് ഇറ്റ്? ഹൗ വാസ് ഷീ? ഈ പ്രായത്തിലെ കുട്ടി പോയിട്ട് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, ഭയങ്കര പ്രൗഡാ. ഇവിടെ പണ്ട് ചുമരിലൊക്കെ കാവ്യമാധവനൊക്കെ വരച്ചു വെക്കുന്നതല്ല, അവിടെ അനുപമയുടെ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കടകളുടെ ഇതിലൊക്കെ അനുപമയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇന്ന് ടീം പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ഐ എം ദ സോറി ഗൈസ്. ഇവര് രാവിലെ തൊട്ട് കണ്ടിന്യൂസ് പ്രൊമോഷണൽ ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് they are really tired. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ക്ഷീണം വകവെച്ചുകൊണ്ട് സദയം ക്ഷമിച്ചാലും. മഞ്ജുവിനോട് നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ സുഹൃത്തല്ലേ കളിച്ചേ. വാ come on. ശരിക്കും വാ വാ. മതി. മനസ്സിലായോ? മോളിയും താഴെ ചാടണോ പറയൂ. പ്രൊഡ്യൂസർ തകർക്കുന്നു. പിന്നെ അല്ല എന്റെ പ്രൊഡക്ഷൻ അറിഞ്ഞിട്ടില്ല. ഞാനല്ല ലീഡ് ഇട്ടത് ശരിക്കും. അല്ല അത് അല്ല വിനയിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു. വിനയിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു. പക്ഷെ പ്രൊഡ്യൂസർ ഇവർ രണ്ടുപേരും ഇരിപ്പിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ പ്രോഡക്ട്സ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. സ്പെഷ്യലി ദി പ്രൊമോ സോങ് രസമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കണ്ടു, അതെല്ലാം നല്ല രസമായിട്ടുണ്ട്. അതായത് ഭയങ്കര പ്രോമിസിംഗ് ആണ്, കാണാൻ നല്ല രസമുണ്ട്, വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആയിട്ടുള്ള പോലെയാണ്. അപ്പൊ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചോദിക്കട്ടെ, ഈ വിനയ അതിനകത്ത് ചോദിക്കണ്ടല്ലോ ആ പാട്ടില്, അതുപോലെ നീ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കും. ലുക്കായിട്ടുണ്ട് നിങ്ങൾ, ഭയങ്കര ഹാൻസം ഉണ്ട്. ലുക്ക് നല്ല, അത് ഇതൊട്ടില്ല കേട്ടോ, പടക്കള തൊട്ട് സ്ക്രീനിൽ നിങ്ങളെ കാണാൻ ഭയങ്കര ഭംഗി. അതായത് വെറേ ഷറഫുദ്ദീൻ. അപ്പൊ പറയൂ, പെറ്റ് ഡിറ്റക്റ്റീവില് എനിക്ക് മനസ്സിലായത്തോളം നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് അപ്പുവിന്റെ ചൂയി എന്ന് പറയുന്ന ഷിറ്റ്സുവിനെ കാണാതായതിൽ നിന്ന് എന്താ പറയാ, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് കിട്ടിയ ഒരു ത്രെഡിൽ നിന്നുണ്ടായ കഥ. ഇതല്ലാണ്ട് പറയാൻ പറ്റുന്ന എന്താ പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച്? അതിൽ നിന്ന് തുടങ്ങി ആ സിനിമ അങ്ങനെ ഞങ്ങളിങ്ങനെ, ഇപ്പൊ ഞാൻ വേറെ സിനിമ ചെയ്യുന്നുണ്ട്, പ്രതീക്ഷ നമ്മുടെ സുഹൃത്താണ്. ആ സിനിമ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, എഴുത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന് കുറച്ച് സമയം എടുത്തു, അത് ഇവിടെ വരെ എത്തി. ഇപ്പൊ ഇത്രയും തയ്യാറെടുത്ത് അതിന്റെ ഇടയിൽ ഒരുപാട് കടമ്പകൾ, ഒരുപാട് കിതപ്പുകൾ, അണപ്പുകൾ. ഇത് ഈ കോവിഡിന്റെ സമയത്ത് തുടങ്ങിയ പരിപാടിയാണ്. 2020 ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ തുടങ്ങാമെന്നുള്ള പ്ലാനില്. അപ്പൊ ഞാൻ ചെയ്യട്ടെ, അതായത് പെറ്റ്സിനെ അങ്ങനെ വളർത്താത്ത, പെറ്റ്സുമായിട്ട് അത്രയും കംഫർട്ടബിൾ അല്ലാത്ത ഒരാള്. കംഫർട്ടബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം പെറ്റ്സ് ഉണ്ടായിരുന്ന കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ ചിമ്പു എന്ന് പറഞ്ഞൊരു പൂച്ച ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടില് പൊതുവായിട്ട് പെറ്റ്സ് ഇല്ല, പക്ഷെ വീട്ടില് മറ്റുള്ള ആട്, കോഴി, പശു എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്ത്? അതായത് നമ്മള് പെറ്റ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു നാക്ക് വേണല്ലോ. അപ്പൊ ഇത് ഹെലോ മമ്മിയിലാണെങ്കിലും ഇതിലാണെങ്കിലും ഒക്കെ പെറ്റ്സുമായിട്ട് നന്നായിട്ട് ഡീൽ ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പൊ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അത് ജോലിയുടെ ഭാഗമായതുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നവും അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ബാഡും ഇല്ല. എന്താ പറയാ, എനിക്കത് ഞാൻ പെറ്റിനെ കുറിച്ചുള്ള എന്റെ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ വളർത്താനോ അല്ലെങ്കിൽ നമ്മളൊരു പെറ്റിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നോക്കണം. ചെറുപ്പത്തിൽ പ്രാവിനെ വളർത്തണം എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ വാപ്പിച്ച് പറഞ്ഞ പ്രാവിനെ നീ വളർത്തിക്കോ, പക്ഷെ പ്രാവ് സങ്കടപ്പെടരുത്, അതിനത്ര നന്നായിട്ട് നോക്കാന്ന്, സങ്കടപ്പെടരുത്, അങ്ങനെ വളർത്തൽ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടിൽ മുയലൊക്കെ ഉണ്ടായിരുന്നു. അനിയനും മുയലും പരിപാടി എല്ലാം, മീൻ വളർത്തൽ, എന്റെ തൊട്ട് താഴെയുള്ള അനിയൻ ഇതെല്ലാം ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിനും കൂടെ ഉണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോ പെറ്റ്സിനെ വളർത്തിയ കൊള്ളാന്ന് തോന്നുന്നുണ്ടോ?
അല്ല അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ലാഗ് ഉണ്ട്. അല്ല അങ്ങനെയല്ല, ഞാൻ അതൊന്നും ചിന്തിച്ചല്ലോ. ഈ പടം ഇറങ്ങുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു പെറ്റ് വളർത്തുന്നതല്ല. ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ജീവിതം? നൈസ്, വെരി നൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന എല്ലാ പരിപാടികളും നമുക്കിത് ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു സാധനം എടുക്കണം അല്ലെ, ഇതിന്റെ ക്രിയേറ്റീവ് സൈഡിലൊക്കെ. പക്ഷെ ക്രിയേറ്റീവ് സൈഡൊക്കെ രസമായിട്ടോ. ഒന്ന് നിങ്ങൾ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സില്ലേ, ഞാൻ വിനയോട് പറയായിരുന്നു അത് മാറ്റണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഉടുപ്പ്. വിനയ്, രജത് മേനോൻ അല്ലെ, പറ സുന്ദരിയായിട്ടുണ്ടായിരുന്നോ പാട്ട്? എന്റെ താടി ഒന്നും പഠിക്കാൻ എനിക്ക് പിന്നെ പെർഫെക്റ്റ് ആയിരുന്നു. അത് പിന്നെ അതൊരു പ്രൊമോഷനിൽ വരുന്നൊരു പരിപാടിയാണ്. പിന്നെ സിനിമേനെ സംബന്ധിച്ച് ഈ സിനിമയിലും ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള അപ്പിയറൻസസിൽ വരുന്നുണ്ട്. പിന്നെ ഇത് അത്യന്തികമായിട്ട് ഇതൊരു തിയേറ്ററിക്കൽ, ഒരു ആബ്സല്യൂട്ട്ലി എന്തൊരു അഡ്വഞ്ചർ കോമഡി അല്ലേ, അഡ്വഞ്ചർ കോമഡി സോണിൽ വരുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് കാണിക്കാൻ പറ്റുന്ന ഗിമ്മിക്കുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര മൂഡായിരുന്നു, ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സംശയം എന്ന് പറഞ്ഞ സിനിമയാണ്. സംശയം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമയായതിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ സെറ്റിൽ നമ്മൾ ഏതാണ്ട് ആ ഒരു സോണിലൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഡിറ്റക്റ്റീവിലേക്ക് വരുമ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ആബ്സല്യൂട്ട്ലി ഹാപ്പണിങ് ആണ്. ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ ഇറങ്ങിയ മെറ്റീരിയലൊക്കെ കാണുമ്പോൾ, അതായത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മുതൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കുട്ടേട്ടൻ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ടെറർ, നമ്മുടെ സുഹൃത്ത് വിനായകൻ ചേട്ടൻ, എല്ലാവരും അങ്ങനെ ഇപ്പൊ നമ്മുടെ ജൂനിയർ ആയിട്ട് വരും ശ്യാമന്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാ സോണിലുള്ള ഭയങ്കര ലൈക്കബിലിറ്റി ഉള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ധാരാളിത്ത പ്രൊഡ്യൂസർ എല്ലാത്തിലും ഇപ്പൊ 40-45 ലൊക്കേഷൻസ് ഉണ്ട് പടത്തില്. അല്ലെങ്കിൽ ഇന്നിപ്പോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും കോമ്പറ്റന്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമക്ക് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് പടം ഒരു വലിയ സ്കെയിലൊക്കെ ഷൂട്ട് ചെയ്യപ്പെട്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് നാളുകളായിട്ട് തിയേറ്ററിൽ മിസ് ചെയ്യുന്ന പോലത്തെ, നമ്മൾ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന സിനിമകളുടെ അത്തരം ഒരു സിനിമയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഫൈനലി സിനിമ റിലീസ് ആകാൻ പോകുന്നു. അല്ല, ഞാൻ ഓപ്പോസിറ്റ് പരിപാടിയാണ്. നമ്മൾ ഒരിക്കലും ഒരു ടീം ആവില്ലല്ലോ. ഒരു വിനയ് ഫോർട്ട് ഫാൻ പ്രൊഡ്യൂസറായി വരുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? വിനയ് ഫോർട്ട് എന്ന ആക്ടറിന്റെ എന്തായിരുന്നു? എന്താണ് എല്ലാവർക്കും മുകളിൽ വിനയ് ഫോർട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് ഒന്ന് ആലോചിച്ചല്ലേ. എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ വട്ടുപോയതാണ്. ഞാൻ ആയതുകൊണ്ട് ആളുകൾ ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ എന്നെ എടുത്തിട്ട് ഉടുത്തുകളാണ് ഞാൻ ആളുകൾ. അത് അത്യന്തികമായിട്ട് ഞാൻ പറയാം, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് സ്ട്രാറ്റജി വർക്കായി എന്നുള്ളതാണ് അല്ലേ. വെറുതെ ആ ഫോട്ടോ ഡിറ്റക്റ്റീവ് എന്നും പറഞ്ഞ് ഞാൻ ഒരു പൊട്ടനെ പോലെ വടിയും പിടിച്ചിരിക്കുന്ന വിട്ട് കഴിഞ്ഞാല് ഒരാളും നോക്കില്ല, ഒരാൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു വീഡിയോയിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര വിസിബിലിറ്റി ആയി. സിനിമ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചു. സംശയം വാസ് റിയലി ഗുഡ്. മനോജൻ വാസ് ടു ഗുഡ്. ഓ, താങ്ക് യു. നല്ലായിരുന്നു. അതുപോലെ രജത് സാർ, വാട്ട് എ സ്വാഗ്, ഒരു രക്ഷയിലായിരുന്നു. അതായത് പടക്കളത്തിലൊക്കെ നിങ്ങൾ മറ്റേ ഇങ്ങനെ വീഴുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ തിയേറ്ററിൽ കിട്ടിയ ഒരു ഇതുണ്ടല്ലോ. ഞാൻ തിയേറ്ററിൽ ഇരുന്ന കണ്ടേ, ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് ചിരിച്ചു കണ്ട സിനിമ, അതായത് ത്രൂ ഔട്ട് ചിരിച്ചു കണ്ട സിനിമയായിരുന്നു. അതിൽ നിങ്ങളുടെ ഒരു സ്വാഗ് ഉണ്ടല്ലോ, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, കീട്ടില്ലെന്നായിരുന്നു. ശ്യാമേ എന്തല്ല ഭാര്യ ഉണ്ടാക്കിയ കടവത്തോരം കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെ, അതിന്റെ എനർജിയിലാണ് ആളിരിക്കുന്നത്. പറയും ഡിറ്റക്റ്റീവിനെ കുറിച്ച്. ഇത്ര നാള് കഴിഞ്ഞിട്ടും പറയുന്ന പോലെ കടവത്തോറിന് വേണ്ടിയിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഭയങ്കര പരിപാടിയല്ലേ. സത്യം. എന്റെ വീട്ടിലൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോ എക്സൈറ്റ്മെന്റ് പോയി വാങ്ങിച്ചാണ് കേട്ടോ ലുലുവിൽ. ഞാൻ അവളും കൂടെ ഒരുമിച്ച് പോയി കാണുമ്പോ വേണം. അല്ല, ഇവിടെ ക്രൗഡ് ബ്ലാസ്റ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല ബുഫേ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കളഞ്ഞിട്ടാണ് പോകുന്നത് കടവത്തോര. പക്ഷെ വീട്ടിലുണ്ടാക്കുന്ന വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി മഞ്ജു, അതായത് മഞ്ജുന്റെ കൊച്ചി ഇപ്പൊ കോളേജിലാണ്. എന്നിട്ട് ഭർത്താവിന് മഞ്ജു ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എല്ലാം ഉപേക്ഷിച്ച് വരും സാമ്പാർ തിന്നാൻ. ഇതിന്റെ അടിയില് അവനെ കൊണ്ട് ഞാൻ കമന്റ് ഇടിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് അയച്ചാൽ സീരിയസ് ആയിട്ട് പറയാ. ഞാൻ പിന്നെ കണ്ടിട്ട് തോന്നല്ലോ സാമ്പാറിനെയോ. അല്ല, ആ ലെവലിലൊരു കുക്ക് അല്ലേ ഞാൻ വരുന്നുണ്ട് മഞ്ജു. ഞാൻ എന്തായാലും വീട്ടിൽ വരുന്നുണ്ട്.
അല്ല a book by its cover. No. അല്ലേ? What a quote. Yes, this quote is mine. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് എത്തിയിട്ട് മഞ്ജു അപ്പൊ സാമ്പാറിന്റെ കാര്യം Pet detective. പെറ്റ് ഡിറ്റക്റ്റീവ് എനിക്കൊന്ന് പ്രേമല് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ചെയ്ത പടങ്ങളിൽ ഒന്നാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോഴും ചെയ്ത പ്രേമല് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ സംഭവിച്ചതാണെന്നൊക്കെ. പ്രേമല് കഴിഞ്ഞിട്ട് അതെ പ്രേമല് കഴിഞ്ഞിട്ട് ശ്യാമ ചെയ്ത ഞാൻ പടം ചെയ്ത പടം ശരിക്കും പെറ്റാണ് സ്റ്റാർട്ട് ഇടി അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന പടം. അപ്പൊ നമ്മള് ഭയങ്കര പ്രേമില് കത്തി നിൽക്കണ ഒരു സമയം ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് പോകുന്ന ഒരു ടീമാണ്. പക്ഷെ പ്രേമില് കുറച്ചുകൂടെ നമ്മള് എല്ലാവരും ജൂനിയേഴ്സ് ആയിട്ടുള്ള നമ്മളൊക്കെ, നസ്ലിനൊക്കെ എന്നെക്കാട്ടി സീനിയർ ആണ് സിനിമയിലെങ്കിൽ പോലും അവരൊക്കെ നമ്മളെ ഒരു പയ്യന്മാരുടെ ഏജും കാര്യങ്ങളാണല്ലോ. അപ്പൊ ഈ സെറ്റിലോട്ട് വന്നുമ്പോ എല്ലാവരും സീനിയേഴ്സ് ആണ്. ഷർഫിക്ക വിനയ് ചേട്ടനൊക്കെ നമുക്കൊരു മാച്ച് ചെയ്യുന്നൊരു വൈബ് ഉണ്ട്. പക്ഷെ കൂടെ വിജയരാഘവൻ സാർ, രഞ്ജി പണിക്കർ സാർ, അങ്ങനത്തെ വിനായൻ ചേട്ടൻ, അങ്ങനെ സീനിയർ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും നമ്മളങ്ങനെ ഒരു രീതിയിലും ഫീൽ ചെയ്യിപ്പിച്ചില്ല. പ്രത്യേകിച്ച് വിനായൻ ചേട്ടൻ അങ്ങനെ അധികം സിനിമ ഒന്നും കാണുന്ന ആളല്ലോ. പുള്ളിക്ക് എന്നെ അറിയില്ലായിരുന്നു. വിജയരാഘവൻ സാറാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. വിജയരാഘവൻ സാർ പറഞ്ഞു ഇവനെ അറിയില്ല, പ്രേമരു പറഞ്ഞ പടത്തിൽ ഇപ്പൊ അഭിനയിച്ച നല്ല ആക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കോരിത്തരിച്ച് ഇപ്പോഴെന്റെ കണ്ണൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വൈബിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പം എനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു. What is your role in this? പ്രൊഡ്യൂസറിനെയൊക്കെ നോക്കുന്നത് പോലെ വന്ന് വധിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ എല്ലാവരുടെയും റോളിൽ അങ്ങനെ ഒരു സാധനം. ഈ പ്രേമലൂടെ ടീമില്ലെങ്കിൽ എന്താ പ്രേമത്തിന്റെ ടീം ഉണ്ടല്ലോ അല്ലേ? ആ പാട്ടില് ഫുള്ള് താഴ്ത്തത് അവസാനം ഗിരിരാജൻ കോഴി മേരിയെ സ്വന്തമാക്കി ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെ മേരി ടീമിലേക്ക് ഇരുന്നത്? അനുപമ എങ്ങനെ ടീമിലേക്ക് അനുപമ ആദ്യമേ നമ്മളുടെ സിനിമയുടെ പ്ലാനിലുള്ള ആളാണ്. അനുപമ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൺ ഓഫ് അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ അതിങ്ങനെ മാറുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അനുപമയുടെ ഡേറ്റ്സും കാര്യങ്ങളും. പക്ഷെ സ്വാഭാവികമായിട്ട് ഇത് ലാൻഡ് ചെയ്തു. അവസാനം അനുപമയാണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ തന്നെ അതെത്തി. ആസ് എൻ ആക്ടർ ആള് ഭയങ്കരമായിട്ട് മാറിയല്ലോ അനുപമ. ആസ് എൻ ആക്ടർ നമ്മൾ എന്റെ സ്ക്രീനിൽ കാണുന്നതിൽ പോലും നല്ല വ്യത്യാസമുണ്ട്. ഹൗ വാസ് ഷീ? ഭയങ്കര നല്ല ആർട്ടിസ്റ്റ്, ഭയങ്കര ഡെഡിക്കേറ്റഡ്. അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാമല്ലോ. എനിക്ക് അനുപമനെ കൊടുത്തൊരു വാവ് എന്ന് തോന്നിയ കാര്യം വെച്ചാൽ അനുപമ ഇവിടുന്ന് എന്താ പറയാ, പ്രേമം കഴിഞ്ഞിട്ട് ഒരു സിനിമയും മറ്റേ കഴിഞ്ഞിട്ട് തെലുങ്കിലേക്ക് പോയിട്ട് തെലുങ്ക് പഠിച്ച് അത്രയും നന്നായിട്ട് തെലുങ്ക് നന്നായിട്ട് പഠിച്ച് അവിടെ സിനിമ തുടങ്ങി. അങ്ങനെ പതുക്കെ സിനിമകൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ 100 CR മൂവീസിന് ഷോൾഡർ ചെയ്യുന്ന സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് അനുഭവം എത്തിയത്. ഏറ്റവും വലിയ സിനിമകളിൽ വലിയ സ്റ്റാർസിന്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുക. ഇപ്പൊ ബൈസൺ എന്ന് പറയുന്ന സിനിമയില് ധ്രുവ് വിക്രമിന്റെ ലൈക്ക് പേരായിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ ലീഡായിട്ട് മാരി സെൽവരാജിന്റെ പടത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ഇപ്പൊ പ്രേമത്തിൽ കണ്ട കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി എന്നുള്ള തരത്തിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. ഞാൻ പറഞ്ഞു അനുപമയോട് കാര്യം, ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ഡിറ്റർമിനേഷനൊക്കെ ഉള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോൺ എനിക്കൊന്ന് മാറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുകൂടി നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകാത്ത സ്പേസിൽ ഈ പ്രായത്തിൽ കുട്ടി പോയിട്ട് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഹൈദരാബാദിൽ ഷൂട്ടിനൊക്കെ പോയ സമയത്തും അവിടെ ഹോർഡിങ്ങിലൊക്കെ അനുപമയുടെ ഇനോഗ്രേഷൻ ഒക്കെ പറഞ്ഞിട്ട് അനുപമ ഗാരു എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഭയങ്കര അഭിമാനം തോന്നും. അത് ഈ ലേറ്റസ്റ്റ് പർദ്ദയുടെ ഒക്കെ ഇന്റർവ്യൂ വന്നപ്പോ അനുപമയുടെ നമ്മുടെ ദർശനമൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെയും ദാറ്റ് ഇസ് എ ഹോം ഫോർ ഹെർ. ആ പ്ലേസും അവിടെയും അത്രയും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, ശരിക്കും ഇവിടത്തെ പോലെ തന്നെ അത്രയും ആക്സെപ്റ്റഡ്. ഇവിടെ പണ്ട് ചുമരിലൊക്കെ കാവ്യമാധവനൊക്കെ വരച്ചു വെക്കുന്നല്ല, അവിടെ അനുപമയുടെ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ കടകളുടെ ഇതിലൊക്കെ അനുപമയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. സത്യല്ലേ? ടൂ കൂടല്ലേ? ഈ കംഫോർട്ട് സോൺ ബ്രേക്കിംഗ് പറയുമ്പോൾ വിനയ് ഏതൊരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ള. എപ്പോഴും കംഫോർട്ട് സോണിൽ. അപ്പൊ വാട്ട് ഈസ് ഇറ്റ് ഫോർ യു ഈ കംഫോർട്ട് സോൺ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്? എനിക്ക് വേറൊരു ലാംഗ്വേജ്, എനിക്ക് പല തരത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വെബ് സീരീസ് അത് പറഞ്ഞ ആളുകൾ ഞാൻ അതേപോലെ മറ്റേ പ്രത്യേകിച്ച് പ്രേമം കഴിഞ്ഞതിന് ശേഷം പല സിനിമകളിൽ നിന്ന് അങ്ങനെ തന്നെ ഇപ്പൊ സൗബിനോ വിനായകനോ ചെയ്ത പോലത്തെ മൈൻഡ് ബ്ലോയിങ് പരിപാടികളൊന്നുമല്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്താണെന്നറിയൂ, നമ്മൾക്കൊരു ഡീസൻറ്റ് പരിപാടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ മാത്രമേ നമ്മളെപ്പോലത്തെ ഒരു ആക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം വരുള്ളൂ. അവിടെ നിന്നാണ് നമുക്ക് വലിയ വേഷങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ ഈ ഭാഷ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഭാഷ മലയാളം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുക എന്ന് പറയുന്നതിൻ്റെ അത് എൻ്റെ കംഫർട്ട് സോൺ തന്നെയാണ്. നമ്മളിനി അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വേറെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആക്ച്വലി കംഫർട്ടബിൾ ഇൻ ഹിന്ദി അല്ലേ? യാ കൈൻഡ് ഓഫ്. എന്നൊരു ഹിന്ദി പടത്തിന് വിളിച്ചപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഞാൻ 15 വർഷം മുമ്പാണ് ഹിന്ദി പറഞ്ഞിരുന്നത്. ഇപ്പം എനിക്ക് അതേപോലെ ഹിന്ദി പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മളുടെ ഒരു ഒളിച്ചോട്ടം ഉണ്ട് അവിടെ. ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തന്നെ
നമുക്ക് തന്നെ നാണം തോന്നുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത് ചാടണം. ചിലപ്പോ റിസ്ക് എടുക്കണം. നമ്മള് ചിലപ്പോ ഭയങ്കര മോശപ്പെട്ട ദിവസങ്ങളിൽ കൂടെ കടന്നു പോകും. നമുക്ക് ചില കാര്യങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വേറൊരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് പോയാലും യു ഹാവ് എ സ്പേസ് ഹിയർ അല്ലേ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റാർ ഫഹദ് പോയിട്ട് ചെയ്യുന്ന പോലെ അല്ല. ഞാൻ ഇവിടുന്ന് ഒരു 6 മാസം മാറി നിന്ന് കഴിഞ്ഞാൽ പണിയാ. ഞാൻ എപ്പോഴും ഇവിടെ നമ്മുടെ ഒരു പ്രസൻസ്, ഇതാണ് ഹോം, ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന ഭാഷ ഇവിടെയാണ്, എൻ്റെ റൂട്ട് ഇവിടെയാണ്. ഞാൻ ആബ്സല്യൂട്ട് മലയാളി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കഞ്ഞിയും പേറും പരിപാടി നടക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ 6 മാസം ഞാൻ വാനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യണം. പക്ഷെ അത് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പുതിയ ഭാഷ പഠിക്കലല്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരും പലപ്പോഴും. ഇപ്പൊ മാമല ലീഗലുകൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതില്ല, ഞാൻ ഈ പറഞ്ഞ 15 വർഷം മുമ്പായി ഹിന്ദി പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞേ ഞാൻ ചെയ്ത ഓഡിഷൻ അവർക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഡയറക്ടറിന്. ഓഡിഷൻ ചെയ്യവര്. അപ്പോ മറ്റേ ഓഡിഷൻ അത്രത്തോളം ഇഷ്ടമായിട്ട് ഡയറക്ടർ പറഞ്ഞു നീ ക്യാരക്ടറിനെ മലയാളി ആക്കിക്കോളാൻ, എന്നാലും ഇയാള് ചെയ്തോളാൻ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു പരിപാടി മാമല ലീഗല എനിക്ക് ചെയ്യാൻ പറ്റാത്ത സംശയം എന്ന് പറയുന്ന, നമ്മൾ ഈ സിനിമകളോടൊക്കെ എന്താ പ്രശ്നം എന്നറിയോ, ഇതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. എനിക്കൊരു സിനിമയല്ല ഇത്, എന്നാൽ എല്ലാമല്ല. ഇപ്പൊ ചില സിനിമകൾ, ഇപ്പൊ സംശയം എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ തമാശ എന്ന് പറയുന്ന, ആട്ടം എന്ന് പറയുന്ന സിനിമകളൊക്കെ നമുക്ക് സിനിമയുടെ അപ്പുറത്തേക്കൊരു എവിടെയോ ഈ പറയുന്ന ആത്മബന്ധം വരുന്നൊരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നിലകൊള്ളണം. അതൊക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. അതേ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളൊരു സിനിമയിലേക്ക് ആക്ടറായിട്ട് എൻ്റർ ചെയ്യുന്നത് അതിനേക്കാളും ഒക്കെ ഒരുപാട് മാറ്റമുണ്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് കയറുന്നത്. അപ്പോൾ ഹൗ ഡിഡ് യു ഡിസൈഡ്, അതായത് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ഉള്ളത് എങ്ങനെ ഡിസിഷൻ എടുത്തത്? അല്ല, അതൊരു ഇമോഷണൽ ഡിസിഷൻ ആണ്. ഞാൻ നേരത്തെ ആ കഥ പറഞ്ഞായിരുന്നു. അത് ഇതിന്റെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നോണ്ടാണോ? അതായത് അത് ഈ പറഞ്ഞ പോലെ ഒരു ബന്ധം വരികയാണല്ലോ. ഇതിപ്പോ ഒരു ഞാൻ പറയാം, ഇപ്പൊ ഒരു ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു അങ്ങനത്തെ ഒരു ക്ലാസിക് പടത്തിലേക്കുള്ള പോക്കുന്നുള്ള പടമല്ലത്. അതൊരു ക്ലീൻ എന്റർടൈനർ ആണ് ഈ സിനിമ. അപ്പം ശരിക്കും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കരുത് ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ. നമ്മൾ ഇമോഷണലി ഈ സിനിമ ഞാൻ ചെയ്യാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്നതാണ്. അത് ഈ സിനിമയുടെ കൂടെ ഞാൻ നിൽക്കാന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആഗ്രഹിച്ച പോലത്തെ സിനിമയിലേക്ക് തന്നെ എത്തിയിട്ട്. എന്നിട്ട് ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോ ഇനിയിപ്പോ കുറച്ച് സിനിമകളും കൂടെ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നോ? സിനിമ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ആസ് എൻ ആക്ടർ എന്നുള്ള ജീവിതത്തിനോടാണ് എനിക്ക് ഏറ്റവും കുറച്ചും കൂടി രസമല്ല, അതിനോടാണ് എനിക്ക് ഇഷ്ടവും പരിപാടിയൊക്കെ ഉള്ളത്. അതിപ്പോ അതിലാണ് കുറച്ചും കൂടി നന്നായിട്ട് നോക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ തോന്നൽ. ഇപ്പൊ ഇവനയോട് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ ഒരു കംഫർട്ട് സോൺ. ഇപ്പൊ നമ്മൾ കാണുന്ന ഷറഫുദ്ദീൻ ആക്ച്വലി ഒരുവിധം എല്ലാം ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വാട്ട് ഈസ് യുവർ കംഫർട്ട് സോൺ ബ്രേക്കിംഗ്? എനിക്കിത് പേടിയാണ്, ഞാനിത് ചെയ്ത സെറ്റ് ആവോ എന്നൊരു തോട്ട് എന്ത് ചെയ്യാൻ പറയുമ്പോഴാണ് സിനിമയിലാണോ? സിനിമയില് അല്ല, അതിപ്പോ ഈ സിനിമ ഡയറക്ഷനും പ്രൊഡക്ഷനും ആക്ടിങ്ങും ഒക്കെ കൂടി ഒരുമിച്ചെടുക്കുന്നത് ഒരു കംഫർട്ട് സോൺ ബ്രേക്കിംഗ് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. രണ്ടും കൂടി ചെയ്യണമെങ്കിൽ ഞാൻ കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും. ആക്ച്വലി ഒരു പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ അഭിനയിക്കണമെന്നില്ലല്ലോ, അല്ലേ? അപ്പൊ ഈ രണ്ടും കൂടി ചെയ്യുന്നത് കുറച്ച് എനിക്കതിന് പറ്റുമെന്ന് 100% ഉറപ്പായിട്ട് ആ ഒരു പരിപാടിയിലേക്ക് എത്തുള്ളൂ. കാരണം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഹലോ മമ്മി തിയേറ്ററിൽ കണ്ടപ്പോ, അതുപോലെ പടക്കളം തിയേറ്ററിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചൊരു കാര്യം, അതായത് സുരാജേട്ടനെ ഉണ്ടല്ലോ, എല്ലാരും പറഞ്ഞൊരു കാര്യമല്ലേ ഈ പഴയ സുരാജേട്ടൻ തിരിച്ചു വന്നത്. സുരാജേട്ടന്റെ ചില എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ അതെങ്ങനെ കണ്ടു നിന്നു എന്നുള്ളത്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നതും അഭിനയിക്കുന്നതും നേരിട്ട് കാണുന്നത് നിങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ എനിക്ക് സുരാജേട്ടന്റെ ഈ ജാഫർക്കാട് അങ്ങനെ പലരുടെ എക്സ്പീരിയൻസ്. അതിപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതല്ല, ചിലപ്പോ ആ സീനിന്റെ പ്രത്യേകത കൊണ്ടും ആ ആർട്ടിസ്റ്റ് അത് പെർഫോം ചെയ്യുന്ന കാണുമ്പോഴും ഭയങ്കര എന്താ പറയുക, നമുക്ക് ചിരി തോന്നും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വേറൊരാള് സ്ഥിരമായിട്ട് ചിരിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാണ്. ഇപ്പൊ ഞാൻ ആഫ്റ്റർ 10 years ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണം. 10 years ഞണ്ടുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ ഉണ്ണിസാറിന്റെ ബി ഉണ്ണികൃഷ്ണന്റെ പടത്തിൽ ഞങ്ങള് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ചെന്നു, ഞാൻ രാവിലെ ജോയിൻ ചെയ്തു. രാവിലെ മുതൽ ഞങ്ങൾ പടം സീരിയസ് ആണ്.
ഞാനിങ്ങനെ ഇന്റർനാഷണൽ സിനിമ അല്ലെങ്കിൽ ഇപ്പൊ മലയാള സിനിമ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ എന്റെ ക്യാരക്ടർ പിടിക്കുന്നു, പുള്ളിയുടെ ക്യാരക്ടർ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങനെ ഉച്ചയായി, ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെയും ഉച്ച കഴിഞ്ഞ് പിന്നെയും പോയി ഒരു 5:30-5:45 പോയി ഞങ്ങൾ ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കോമ്പിനേഷൻസ്. എന്റെ കയ്യിൽ നിന്ന് ഒരു ഡയലോഗ് തെറ്റി. അത് തെറ്റി പോയിട്ട് നിവിൻ പോളി ചിരി തുടങ്ങിയിട്ട് പിന്നെ സീരിയസ് ആയിട്ട് പറ്റുന്നില്ല. പിന്നെ ഇത് മറ്റേ പണി പാളി, ഈ സാധനം പോകുന്നില്ല. അപ്പോൾ ഉണ്ണിസാർ ചോദിച്ചു, ഇത് എപ്പോഴും ഇങ്ങനെയാണോ ചോദിച്ചു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷെ അന്ന് വൈകുന്നേരം വരെ ബസ്സിൽ പിടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് പോയി. നിവിനാണ് ഏറ്റവും പെട്ടെന്ന് നമ്മളെ കൂടെ അഭിനയിക്കുമ്പോ ചെറിയ കാര്യം പുള്ളി ചിരിച്ചത്. അത് ഡയറക്ടർ ഒന്നും വന്നിട്ട് നിവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. നിവിൻ ചിരി തുടങ്ങിയാൽ കുറച്ചു നേരത്തേക്ക് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു. എന്നോട് ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയിട്ട് പോയിണേ, പിന്നെ നിങ്ങള് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചാണല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിക്കാണ്ടിരിക്കാനുള്ള നിങ്ങൾ ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല? സീരിയസ് ആയിട്ട് ഞാൻ ആ ടെക്നിക്ക് ഇതുവരെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല നിവിൻ എന്ന് പറഞ്ഞു. കാര്യം അത്രയ്ക്ക് പെട്ടെന്ന് ചിരിക്കും പുള്ളി. ശരിക്കും ഈ ടെക്നിക്കിന്റെ കാര്യം ഈ അഭിനയിക്കുമ്പോ, അതായത് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കരയുക അല്ലെങ്കിൽ പെട്ടെന്ന് ചിരിക്കുക, ഇതൊക്കെ പാടാണല്ലോ, അതൊക്കെ പഠിപ്പിക്കുക ശരിക്കും? അങ്ങനെയൊന്നുമില്ല, അത് തെറ്റിദ്ധാരണ. അങ്ങനെ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ചെയ്തുകൂടെ? അങ്ങനൊന്നും പഠിപ്പിക്കൊന്നുമില്ല. അങ്ങനെയില്ല. അതെങ്ങനെ പറയാ, അതായത് പല ആശാന്മാര് പല തരത്തില് മറ്റേ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന പോലത്തെ പല തരത്തില് കാര്യങ്ങൾ എഴുതി വെക്കുകയും അവരുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് ശരിക്കാൻ അങ്ങനെ പറ്റില്ല. മെഷീൻ അല്ലല്ലോ നമ്മള്. സ്കൂളിൽ നിന്ന് കേട്ടിട്ടല്ലേ ഉള്ളു അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. അത് ഇപ്പൊ ടെക്നിക്കിന്റെ കാര്യം ചോദിച്ചപ്പോ ഓർത്തപ്പോ പറഞ്ഞതാ. ഈ പറഞ്ഞതുപോലെ നമ്മള് ആക്ടേഴ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരുപാട് പേര് മറ്റേ ഇത് ആക്ടിങ് കോഴ്സസിന് പോകും, അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക്ഷോപ്പുകൾക്ക് പോകും. ആസ് എൻ ആക്ടർ എങ്ങനെയാ, ഹൗ ഡു യു അപ്ഡേറ്റ് യുവർ സെൽഫ്? എങ്ങനെയാണത് പരിപാടി ചെയ്യുക? ഞാനിപ്പോ ഒരു ആദ്യമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇപ്പൊ ചെയ്ത് ഞാനിപ്പോ പടം ചെയ്തായിരുന്നു. അതിൽ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉള്ള ചേട്ടനോട് പറഞ്ഞായിരുന്നു. ഒരു സ്റ്റേജ് പെർഫോമൻസും തെരുവ് നാടകം പോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ അതിന് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു അജിത്ത് എന്ന് പറയുന്ന ഒരു ആളുടെ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കൊരു ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന പോലെ അവർ പറഞ്ഞ പോലെ നമ്മള് കരയാനോ ചിരിക്കാനോ ദേഷ്യപ്പെടാനോ അല്ല പഠിപ്പിക്കും. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും. ചിലപ്പോൾ നമുക്ക് ചൈൽഡിഷ് ആയിട്ട് തോന്നും, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഹാഹാന്ന് വിളിച്ച് നടക്കുക. പക്ഷെ അത് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളൊരു വേറൊരു സോണിലെത്തും. ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്ത് വേണേലും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ഈ പടത്തിൽ ഒരു 100-150 ആൾക്കാരുടെ മുമ്പിൽ ക്രൗഡിൽ നാടകമൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യങ്ങളാണ്. പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ അത് ചെയ്യുകയും ചെയ്തു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രോസസ് ആയിട്ട് സിനിമ കാണലാണ് എന്നെ സംബന്ധിച്ച് മെയിൻ. സിനിമകൾ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്ഡേറ്റ് ആവാനുള്ള ശ്രമം, സിനിമ കാണാൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമൊക്കെ പലപ്പോഴും നമ്മുടെ മൈൻഡിൽ നടക്കും. ഇപ്പൊ വീണ്ടും ഒരു ആദ്യ പോലത്തെ പരിപാടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യം ഒരു മറ്റെന്താ പറയുക എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, വീണ്ടും ചെയ്യണം. 2-3 പടമൊക്കെ അതുപോലെ ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ല എന്റെ ഒരു അഭിപ്രായം. അല്ല, അങ്ങനെ നോക്കിയാലും ഒരു റിപ്പീറ്റേഷൻ ഒക്കെ വരും. എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ശരീരം, നമ്മുടെ മനുഷ്യന്മാരല്ലേ, ഒരേപോലെ മനുഷ്യന്മാരുണ്ടാവും. നമുക്കിത് മാറ്റിയിട്ട് അത് നടക്കൂല. കുറച്ച് ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത്. 3-4 പടങ്ങള് നമ്മൾ അതുപോലെ എനിക്ക് തോന്നിയത്, ഞാൻ പറയുന്നത് എന്റെ ഒരു തോന്നിയ കാര്യം, എനിക്ക് കുറെ കൂടി കോമഡി സിനിമ ആ സമയത്ത് ചെയ്യായിരുന്നു എനിക്ക് തോന്നി. കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ സീരിയസ് ആയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടുള്ള കമന്റ് ചെയ്തതാണ്. ഇതിലെങ്ങനെയാ, ഇതിലിപ്പോ കോമഡി അല്ലേ? എന്റർടൈനർ ആണ്, ക്ലീൻ അബ്സല്യൂട്ട് എന്റർടൈനർ. പിന്നെ താൻ ഒരുമാതിരിപ്പെട്ട ലൈക്ക് എന്ത് പരിപാടി ചെയ്യുമ്പോഴും അതിൽ കറക്റ്റ് ഒരു ഹ്യൂമറിന്റെ എലമെന്റ് ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഒരു സാധനം വരും. വരുത്തൻ പോലെയുള്ള പരിപാടികളൊക്കെ ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാല് മനുഷ്യനെ മുഖത്തോട്ട് അപ്പൊ അങ്ങനത്തെ ആ ഒരു ഹ്യൂമറിന്റെ പരിപാടി അങ്ങനെ ഭയങ്കരമായിട്ട് വിട്ടല്ലോ. വരുത്തനൊക്കെ പോലെ ഒരെണ്ണം കൂടെ ചെയ്യാത്ത നമുക്ക് ഭയങ്കര ആസ് ആൻ ആക്ടേഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ എപ്പോഴാണ് ഈ ഒരു ആക്ടർ നന്നാകുന്നത് എടുത്തു കഴിഞ്ഞാൽ അറിയാം. അതായത് നമ്മളെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റില് നല്ല ഗംഭീര ഫിലിം മേക്കേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് നന്നാകുന്നത്. അല്ലാണ്ട് നമ്മളായിട്ട് ഒരു പരിപാടി അമ്പ് ചെയ്തിട്ടല്ല. അത്തരം നമ്മൾ മാറി മാറി ചെയ്യുക. എനിക്ക് ഭയങ്കര കൊതിയാണ് ഈ പറയുന്ന പോലെ എക്സ്ട്രീം ഡാർക്ക് പരിപാടി ഉണ്ടല്ലോ, കൊടും ഡാർക്ക് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അറക്കുന്ന പോലത്തെ പരിപാടികളൊക്കെ ആണെങ്കിലും എനിക്ക് ഓക്കെയാണ്. പക്ഷെ എവിടെയോ നമ്മളുടെ ഈ ഒരു ക്രിയേറ്റീവ് അപ്പറ്റൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനത്തിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പെരുമാനിയുടെ നാസറിനെ ഞാൻ അങ്ങനെ ഒന്ന് വെറുക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ സോ ക്യൂട്ട് നടന്നില്ല അല്ലെ, ഭയങ്കര രസമുള്ള ക്യാരക്ടർ. അത് മജുനും അതായത് ഇയാള് ചെയ്യുന്നൊക്കെ തെണ്ടിത്തരാം, പക്ഷെ ലൈക്കബിലിറ്റി പോകാൻ പാടില്ല. അതാ തല്ലുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറിയൊക്കെ പറയുന്നത് രസമായിരുന്നു, നല്ലായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാരെയും തോക്കെടുപ്പിക്കുന്ന മനുഷ്യരെ കൊണ്ട് ആ പോസ്റ്ററിൽ തോക്കെടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. രഞ്ജി പണിക്കർ സാറിന്റെ പരിപാടി എന്താ ഇതിനകത്ത് പെറ്റ് ഡിറ്റക്റ്റീവില്? ആ തോക്ക് സിനിമയിലുണ്ടോ എനിക്കൊരു ഇല്ലേ? ഇത് വെറുതെ ആളെ പറ്റിക്കാൻ വെച്ചേക്കുന്നതാണോ? ആ തോക്ക് സിനിമയിലുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇത്രയും നേരം ഏറെക്കുറെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചോദ്യമായിട്ട് അത് പോസ്റ്ററിൽ കാണാൻ രസമുണ്ട്. അതാ ആ ചോദിച്ചത്. തോക്കിന് ഇട്ട പൈസ പോലും ഭയങ്കര വലുതാണ്. ആണോ? അപ്പൊ പിന്നെ സിനിമയിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ? എഡിറ്റ് ചെയ്തപ്പോ നമുക്കത് ഓ പോയതാണ്, പാവ മനുഷ്യനെ കൊണ്ട് അത്രയും കഷ്ടപ്പെട്ടു. അത് മുകളിൽ നിന്ന് ഇടിക്കുന്ന സീനാണോ? ആ താഴെ ഞാനല്ലേ തന്നെ. അതെ 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 അത് അവിടെ അപ്പൊ താങ്കളും ഇല്ല സീനിൽ. അല്ലല്ല ആ സീനിലല്ലോ 15 സീനിൽ 5 സീൻ പോയി. അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ അഭിനയിച്ച എല്ലാവരും പറ്റില്ല. നമ്മള് ഫൈനൽ സിനിമേനെ നമ്മള് ഇത് ചെയ്യുമ്പോ നമുക്ക് ചിലപ്പോ അങ്ങനത്തെ പലതും തോന്നായിരിക്കും. പക്ഷെ അതല്ല, ഫൈനൽ സിനിമ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് തുടക്കം പോലെ നമ്മള് സിനിമ ഇഷ്ടമായാൽ മാത്രമേ ബാക്കി എല്ലാത്തിനും അർത്ഥമുള്ളൂ. അതെ, കാര്യം സിനിമ ഇഷ്ടമായില്ല, നമ്മൾ ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓവറോൾ ആ സിനിമ നമുക്ക് ഇഷ്ടമാണെന്നുള്ള. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഫുൾ സിനിമ ഫുൾ ഔട്ട്? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ് സിനിമ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും കണ്ട അതിന്റെ തുടക്കം മുതലുള്ള ആൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പൊ സിനിമ തിയേറ്ററിൽ വരട്ടെ, ഞങ്ങൾ കാണാം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജു.